GT Holidays, South India's #1 travel brand. Experience the next level of imaging with Vivo X100 series. Pre-book now. വെൽക്കം ടു ഗലാഡ പ്ലസ്. താങ്ക് യു. നമ്മൾ അന്ന് സംസാരിച്ച സമയത്ത് പാൻഡമിക് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വെൽക്കം ടു ഗലാഡ പ്ലസ്. അതെ, കുറേ മുന്നേ നമ്മൾ സംസാരിച്ചപ്പം ടോവി പറയുന്നുണ്ടായിരുന്നു ഈ പാൻഡമിക് സമയത്ത് ടോവിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ചോയ്സസ്, ഒരു ഇൻറ്റ്യൂഷനും കാര്യങ്ങളും കുറച്ചും കൂടെ കോഷ്യസ് ആയി. കോഷ്യസ് ആവാന്ന് പറഞ്ഞാല് അതെ അതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ അതെ അതെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു. എനിക്ക് സന്തോഷം തരുന്ന അതെ സിനിമകൾ അത് ബാക്കിയുള്ളവരും കൂടെ സന്തോഷം തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, ചില സിനിമകൾ എനിക്ക് കുറേ തരം സിനിമകൾ ചെയ്യണമെന്നും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കണം നമ്മളുടെ സിനിമകളുടെ സ്വഭാവവും ക്യാരക്ടേഴ്സിന്റെ സ്വഭാവവും എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. അത് നന്നാവുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെ, എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ലോക്ക്ഡൗൺ എൻ്റെ അങ്ങനത്തെ ശ്രമങ്ങളെല്ലാം അത്യാവശ്യം തിരക്കേടില്ലാതെ പോകുന്നുണ്ട്. അതെ അതെ, ഞാൻ ചോദിക്കാൻ കാരണം അപ്പോൾ ടോവി ഈ ഒരു ഇത് അതിനുശേഷമുള്ള സിനിമകളുടെ ചോയ്സസ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റ്യൂഷൻ കറക്റ്റ് ആയിരുന്നു എന്ന് കുറച്ചും കൂടെ തോന്നുന്നുണ്ട് മുമ്പത്തെക്കാളും. എനിക്ക് തോന്നുന്നുണ്ട് ഞാനിപ്പോൾ അങ്ങനെ ആരും എന്നെ ഫോഴ്സ് ചെയ്തൊരു സിനിമ ചെയ്യിക്കാൻ പറ്റില്ല. എനിക്ക് അതിപ്പോൾ എത്ര വലിയ സിനിമയാണെങ്കിലും എത്ര ചെറിയ സിനിമയാണെങ്കിലും ഞാനാണത്, എൻ്റെ തീരുമാനമാണ്. അതായത് എനിക്കത് അതിൻ്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഞാൻ ചിന്തിക്കില്ലായിരിക്കും, ക്രിട്ടിക്കൽ അക്ലെയിമിനെ പറ്റി ഞാൻ ചിന്തിക്കില്ലായിരിക്കും. എനിക്കത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നൊരു വികാരമില്ലേ, അത് ഞാൻ സിനിമ കാണാതിരിക്കുന്ന പോലെയാണ് ഫസ്റ്റത്തെ നരേഷൻ കേൾക്കാനിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നെനിക്ക് തോന്നിക്കഴിഞ്ഞാൽ കമ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറയുന്നത് എൻ്റെ സന്തോഷമാണ്. എനിക്ക് കുറേ പൈസ ഉണ്ട്, കുറേ ഫെയിം ഉണ്ട്, പക്ഷെ സന്തോഷമില്ല എന്ന് പറയുമ്പോൾ ഞാൻ സക്സസ്ഫുൾ അല്ല എന്നല്ല എൻ്റെ. അപ്പം ഞാനിപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന സിനിമകളിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര കണ്ടന്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് സിനിമകൾ നിരന്തരമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന പോലുള്ള, ഞാൻ ആഗ്രഹിച്ച പോലുള്ള സിനിമകൾ ചെയ്യാനായിട്ട് ഇപ്പം എൻ്റെ ഏറ്റവും നല്ല സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കാൻ കാരണം ഈ നമ്മുടെ ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷനും ബോക്സ് ഓഫീസ് പെർഫോമൻസും ഇത് രണ്ട് ഒരു ഇത് വരുന്നുണ്ടല്ലോ. അപ്പം ഇപ്പോൾ അദൃശ്യജാലങ്ങൾ പോലത്തെ ഒരു സിനിമ, അല്ലെങ്കിൽ നീലവെളിച്ചം പോലത്തെ ഒരു സിനിമ, അല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്, ഇത് നമുക്കറിയാലോ അത് ഫിലിം മേക്കറിൻ്റെ എക്സ്പെക്ടേഷനും ഓഡിയൻസ് എക്സ്പെക്ടേഷനും കംപ്ലീറ്റ്ലി ലൈക്ക് ഓപ്പോസിറ്റ് ഇതായിട്ട് നിൽക്കുന്ന സമയത്താണ്. അപ്പം അങ്ങനെയുള്ള സിനിമ നോക്കുമ്പോൾ ടോവിക്ക് കൂടുതൽ ഒരു പെർഫോമർ എന്ന രീതിയിൽ ആ ഒരു സക്സസ് ആയിരിക്കും അല്ലെ കൂടുതൽ ചിന്തിക്കുന്നത്. ഇപ്പം കൊമേഴ്ഷ്യൽ സക്സസ്, നമ്മൾ അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് ഭയങ്കര കൊമേഴ്ഷ്യൽ സക്സസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര നല്ല സുഖമുള്ള കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടുക എന്ന് പറയുന്നത്. ഞാനിത് രണ്ടും ആസ്വദിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമാണ് ഉദാത്തമായിട്ടുള്ള സിനിമ, മറ്റേത് ഉദാത്തമല്ലാത്ത സിനിമ എന്നൊരിക്കലും ഞാൻ പറയില്ല. ഇത് രണ്ട് തരത്തിൽ ഭയങ്കര അടിപൊളിയാണ്. അപ്പം ഞാൻ ഇത് രണ്ടും എന്തുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് രണ്ടും ഒരേപോലെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഞാൻ ആസ് എൻ ആക്ടറും ആസ് എ ഹ്യൂമനും ഒരു സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കണ്ടിട്ടാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് നടക്കുന്നുണ്ട്. ഞാൻ പല സ്കൂളിൽ നിന്ന് ഒരേ സമയം പഠിക്കുന്ന പോലെയാണത്. ഒരേ സ്കൂളിൽ നിരന്തരമായിട്ട് പഠിക്കുമ്പോൾ ഞാൻ വേറൊരു സ്കൂളിൽ കൂടെ പോകുന്ന പോലെയാണത്. നന്നായിട്ട് പഠിക്കുമ്പോൾ ഒരു ട്യൂഷന് കൂടെ പോകുന്ന പോലെയാണെന്ന് വിചാരിക്കാം. പിന്നെ ഫിനാൻഷ്യൽ സക്സസ് തീർച്ചയായിട്ടും, അങ്ങനത്തെ ബോക്സ് ഓഫീസ് സക്സസ്സുകൾ തീർച്ചയായിട്ടും വേണം. അത് ഇത്ര കോടി വേണം, ഇത്ര 1000 കോടി വേണം എന്നൊന്നുമില്ല. പക്ഷെ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരാതിരിക്കുക എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാര്യം തുടർന്നും സിനിമകൾ ഉണ്ടാവേണ്ട കാരണമുണ്ട്. അത് ഞാൻ പരമാവധി എൻ്റെ ഭാഗത്തു നിന്നുള്ള ചെയ്യാവുന്ന എല്ലാം അതിനുവേണ്ടി ചെയ്യുന്നതാണ്. എൻ്റെ ജോലി ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. അതേസമയം എനിക്ക് ചിലപ്പോൾ കൊമേഴ്ഷ്യൽ ആയിട്ട് അങ്ങനെ കമേഴ്ഷ്യൽ സിനിമകളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത പല മേഖലകളും, ചില സിംഗിൾ ഷോട്ടിൽ ക്യാരക്ടറിനെ ക്യാരി ചെയ്തിട്ട് ചെയ്യേണ്ട ക്യാരക്ടേഴ്സും അങ്ങനെയുള്ളതൊക്കെ എനിക്ക് പലപ്പോഴും കൂടുതലും കിട്ടിയേക്കുന്നത് കുറച്ചും കൂടെ ഈ ഒരു ആർട്ട് സിനിമ എന്നൊക്കെ ആളുകൾ വിളിക്കുന്ന സിനിമകളിൽ നിന്നാണ്. എനിക്ക് വഴക്ക് ചെയ്തപ്പോഴും, നമ്മളുടെ ഡോക്ടർ ബിജു അദ്ദേഹത്തിൻ്റെ അദൃശ്യജാലങ്ങൾ ചെയ്തപ്പോഴും, ഡിയർ ഫ്രണ്ട് ചെയ്തപ്പോഴും, നീലവെളിച്ചം ചെയ്തപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇപ്പം മിന്നൽ മുരളി ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ അത് തിയേറ്ററിൽ അതിൻ്റെ ഇത് ഓളം കാണാൻ പറ്റില്ല. അത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 2018 തല്ലുമാലയിലും എനിക്കൊന്ന് കൂടുതലും തല്ലുമാല, ബിക്കോസ് ലീഡ് ആണല്ലോ, അതിലൂടെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റി ആ ഒരു പൂരപ്പറമ്പ് എക്സ്പീരിയൻസ്. അതൊക്കെ അതാത് രീതിയിൽ ഭയങ്കരമായിട്ട് വർക്കായ സിനിമകളാണ്. പക്ഷെ മിന്നൽ മുരളി എന്ന് പറഞ്ഞാൽ തിയേറ്ററിലായിരുന്നെങ്കിൽ അത് വേറെ രീതിയിൽ ഭയങ്കരമായിട്ട് സക്സസ് ആകുമായിരുന്നു. ഇപ്പൊ തന്നെ അത് ഭയങ്കരമായിട്ടുള്ള സക്സസ് ആണ്. ഇത് നമ്പേഴ്സ് പുറത്തറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അതായത് നമ്പേഴ്സ് അറിയില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ
ഒന്നാമത്തെ അതെന്റെ വിഷയമല്ല, കോടിക്കണക്ക് എന്ന് പറയുന്നത് എൻ്റെ വിഷയമല്ല. എൻ്റെ ശമ്പളം ആണ് എൻ്റെ വിഷയം, അല്ലെങ്കിൽ എൻ്റെ സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് എൻ്റെ വിഷയം. പിന്നെ എൻ്റെ പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നിട്ടില്ല എന്ന് മേക്ക് ഷുവർ, ഇത്രയാണ് എൻ്റെ വിഷയം. അല്ലാണ്ട് ഇത്ര ബെഞ്ച് മാർക്ക് ഈ സിനിമ സെറ്റ് ചെയ്തോ, ഇത്രയും കോടി കളക്ഷൻ കിട്ടിയോ, ഇതാണോ ടോപ്പ്, ഇതൊന്നും എൻ്റെ വിഷയമല്ല. അതൊക്കെ ചിന്തിക്കാനായിട്ട് ഞാൻ മെനക്കാടാറില്ല. അതിനേക്കാളും ഞാൻ ചിന്തിക്കുന്നത് സിനിമ ഇഷ്ടപ്പെട്ടോ, ഞാനെങ്ങനെയുണ്ട്, പ്രൊഡ്യൂസർ സേഫ് അല്ലേ, ഇങ്ങനത്തെ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധ, മറ്റ് വലിയ വലിയ കാര്യങ്ങളിൽ ബോക്സ് ഓഫീസ് ഉണ്ടാവും. നമ്മൾ ഈ പറയുന്ന ഒരു ഫെസ്റ്റിവൽ അറ്റ്മോസ്ഫിയർ, ആ ഒരു സംഭവം ഉണ്ടല്ലോ. പക്ഷേ ബാങ്കബിലിറ്റി ഉണ്ടാവണം എനിക്ക്, ഞാൻ ആഗ്രഹിക്കുന്ന പോലുള്ള സിനിമകൾ തുടർന്നും ചെയ്യാനായിട്ട്. അപ്പോൾ ആ ബാങ്കബിലിറ്റി കീപ്പ് ചെയ്ത് പോകാനായിട്ട് എനിക്ക് കൊമേഴ്ഷ്യൽ സക്സസ്സുകൾ വേണം. ആ കൊമേഴ്ഷ്യൽ സക്സസ്സുകൾ തല്ലുമാല പോലെയും 2018 പോലെയും ഒക്കെ ഉള്ള സിനിമകളാണ്. മിന്നൽ മുരളി പോലത്തെ സിനിമയൊക്കെ ആണെന്ന് പറയുന്നത് എനിക്ക് അതിനേക്കാൾ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം ഇത് തല്ലുമാല ഒരു യൂഷ്വൽ സിനിമയല്ല, അൺയൂഷ്വലി ആണത് മേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് ആൾക്കാർക്ക് വർക്കായി. ഞാൻ പ്രതീക്ഷിക്കുന്നത് തല്ലുമാല ഫ്യൂച്ചറിൽ ഇനിയും സംസാരിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടെക്നിക്കലിയും അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും എഡിറ്റിങ്ങും എല്ലാ രീതിയിലും ഇനിയും ഒന്നും കൂടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനിയും അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധനങ്ങൾ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുള്ള സാധനങ്ങൾ ഇനിയും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2018 എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഭഗീരഥ പ്രയത്നം എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയായിരുന്നു. ആരും ട്രസ്റ്റ് ചെയ്തിട്ടില്ല ജൂഡേട്ടനെ, അത് ഇത്ര നന്നാവും എന്ന് ആരും വിചാരിച്ചിട്ടില്ല. ജൂഡേട്ടൻ്റെ ഒരു പെർസീവിയറൻസ് എന്നൊക്കെ പറയുന്നത് അതാണ്, നിരന്തരമായിട്ടുള്ള പരിശ്രമവും. ആ പരിശ്രമം കണ്ടിട്ടാണ് സിനിമ എന്തും ആയിക്കോട്ടെ ഞാൻ ജൂഡേട്ടൻ്റെ കൂടെ നിൽക്കാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതുപോലെയാണ് ആൻഡ്രൂ ചേട്ടനും അന്നങ്ങനെ വിചാരിച്ചിരുന്നു. തുടങ്ങുന്ന സമയത്ത് ഇത്രയും വളരെ കുറച്ച് ആൾക്കാരാണ് ഇതിൽ ഇന്നായിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് തുടർന്ന് അങ്ങോട്ട് പോയി സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ സിനിമ എടുത്തത്. ആ സിനിമ അങ്ങനെ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നു. എനിക്ക് ഒരു ബെസ്റ്റ് ഏഷ്യൻ ആക്ടറിൻ്റെ അവാർഡ് കിട്ടുന്നു, സെപ്റ്റീമിയസ് അവാർഡ്സ് എന്നിട്ടുള്ള. അതൊരു ഇൻ്റർനാഷണൽ അരീനകൾ എല്ലാ കോണ്ടിനെൻറ്റിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് അവിടെ. റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും പേരല്ല, എല്ലാ വിഭാഗത്തിലും മത്സരിക്കാൻ എല്ലാ കോണ്ടിനെൻറ്റിൽ നിന്നും ആൾക്കാരുണ്ട്. ബെസ്റ്റ് ഏഷ്യൻ ആക്ടർ ഉള്ള പോലെ ബെസ്റ്റ് ഓഷ്യാനിക് ആക്ടർ, ബെസ്റ്റ് നോർത്ത് അമേരിക്കൻ ആക്ടർ, ബെസ്റ്റ് സൗത്ത് അമേരിക്കൻ ആക്ടർ, ബെസ്റ്റ് ആഫ്രിക്കൻ ആക്ടർ എന്ന് പറയുന്ന പോലെ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട്. ഈ ആൾക്കാർ മുഴുവൻ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് എനിക്കൊരു അവാർഡ് മേടിക്കാൻ പറ്റിയത് ഈ 2018 എന്നുള്ള സിനിമ കാരണം കൊണ്ടാണ്. അപ്പോൾ വെറുതെ കമേഴ്ഷ്യലി ഹിറ്റായതല്ല അത്. ആ സിനിമ ക്രിട്ടിക്കലി അക്ലെയിംഡ് ആണ്, കമേഴ്ഷ്യൽ ഹിറ്റുമാണ്. അങ്ങനത്തെ സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് തുടർന്നു അങ്ങോട്ട്. അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, എല്ലാ രീതിയിലും സാറ്റിസ്ഫൈഡ് ആവും നമ്മൾ. ഇപ്പോൾ ഈ കള അല്ലെങ്കിൽ മിന്നൽ മുരളി പിന്നെ തല്ലുമാല, ഇതിലെ ടോവിനോട് ഒരു ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഇപ്പോൾ പുറത്തുനിന്ന് അങ്ങനെ ഡിമാൻഡ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പം കുറച്ചും കൂടെ ആക്ഷൻ ടോവിനോ ചെയ്യണം, അല്ലെങ്കിൽ ടോവിനോന് സ്വയം അങ്ങനത്തെ ഈ ജോണൽ എക്സ്പ്ലോർ ചെയ്യണം എന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഭയങ്കര ആക്ഷൻ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ കഥപ്പടം ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. ആക്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് അത്രയൊന്നും അധ്വാനിക്കാനൊന്നും ഇഷ്ടമുള്ള ആളും അല്ലായിരുന്നു ഞാൻ. പക്ഷെ നമ്മളൊരു സാധനം ചെയ്തിട്ട് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മളുടെ ഏതാണോ അതാണ് നമ്മൾ ആൾക്കാർക്ക് വീണ്ടും കൊടുക്കേണ്ടത്. പാരലലി നമ്മൾ അത് മാത്രമല്ലല്ലോ ചെയ്യുന്നത്, പലതരം സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കളയിലെ ആക്ഷൻ സീക്വൻസസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ സിനിമകളെക്കാളും ഒരു രണ്ട് പേര് മാത്രം ഇത്രയും നേരം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ബോക്സിംഗ് മാച്ച് പോലെയോ ഇങ്ങനെ നമ്മൾ 1 റൗണ്ട് 2 റൗണ്ട് 3 റൗണ്ട് അങ്ങനെയാണ് ആ ഫൈറ്റ് സീക്വൻസുകൾ പോകുന്നത് ഞാനും മൂറും തമ്മിലുള്ള. പിന്നെ അതും മറ്റേ കിക്ക്, പഞ്ച്, കറങ്ങിയടി എന്നുള്ള പരിപാടികളെക്കാൾ കൂടുതൽ ആക്ച്വലി 2 ആൾക്കാർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ലോക്കയിലും തിരിയിലും മാന്തലും അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക. അതിൻ്റെ ഒരു സിനിമാറ്റിക് വേർഷനാണ് നമ്മൾ കളയിൽ ചെയ്തേക്കുന്നത്. അതുപോലത്തെ ഫൈറ്റ് ഞാൻ വേറെ സിനിമകളിൽ അധികം ചെയ്തിട്ടില്ല. അത് കിടന്ന് ഉരുണ്ടും പിടിച്ചും വലിച്ചും മാന്തിയും ഒക്കെയാണ് അങ്ങനെ ചെയ്തില്ല. ഇതിലാണ് അങ്ങനത്തെ ഒരു റോ അങ്ങനത്തെ ഒരു പരിപാടി ഉള്ളത്. ഇപ്പോൾ മിന്നൽ മുരളിയിലെ ഫൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അത് സൂപ്പർ ഹീറോ ഫൈറ്റാണ് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും. അത് നമുക്ക് വ്ലാഡൻബർഗ് വന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ചില ടെക്നിക്സ് പറഞ്ഞിട്ട് സൂപ്പർ ഹീറോയ്ക്കായിട്ട് തോന്നുകയും വേണം ഈ സൂപ്പർമാൻ പഞ്ച്. അപ്പോൾ കാലിൻ്റെ പൊസിഷനും കൈയുടെ പൊസിഷനും ഒപ്പം ബോഡി തിരിക്കുന്നതും ഇടി വരേണ്ടത് ഇവിടെ നിന്നല്ല ഇവിടെ നിന്നാണെന്നുള്ളതും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അത് മിന്നൽ മുരളിയിലെയും കളയിലെയും ഫൈറ്റുകൾ തമ്മിൽ ആ ഒരു വ്യത്യാസം എന്തായാലും കാണാം. തല്ലുമാലയിൽ വരുമ്പോൾ കുറച്ചും കൂടെ റഹ്മാൻ പഴയ ബോക്സറാണ്, ജിംഷി പഴയ ബോക്സറാണ്. അപ്പം ഇവർക്കൊക്കെ ഈ കിക്ക് ബോക്സിങ്ങിൻ്റെ ഒക്കെ അതും അറിയാം. പിന്നെ ഞാനും കുറച്ച് സിനിമകൾ ചെയ്തിട്ടും പിന്നെ നമ്മളും കണ്ടിട്ടൊക്കെ ഉണ്ട് ഈ ഇടികളും ഒക്കെ. അപ്പോൾ
ചില സിനിമകളിൽ ഈ സിംഗിൾ ഷോട്ടിൽ അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ അതിനു മുമ്പ് അത്രയും കറങ്ങിയും മറിഞ്ഞും ഒക്കെ ഫൈറ്റ് ചെയ്തിട്ടുള്ള സിനിമകളൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് കുറച്ചും കൂടെ ബോഡി ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ. പക്ഷെ ഒരു പെർട്ടിക്കുലർ ഒരു സ്റ്റൈൽ ഓഫ് ഫൈറ്റിംഗ് ആയിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ 3 സിനിമകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 3 തരത്തിലാണ് ഇതിനകത്ത് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. ഫൈറ്റിങ്ങിലും അഭിനയമുണ്ട്. ഇപ്പം ഞാൻ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയിൽ അതിനകത്ത് ഫൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് കളരിയാണ്. നോർത്തേൺ കേരളയിലൊക്കെ കളരി ഫൈറ്റ് എന്ന് പറയുന്നത് ജപ്പാനിൽ എങ്ങനെയാണോ കരാട്ടെ, ചൈനയിൽ എങ്ങനെയാണോ കുങ്ഫു, മലേഷ്യയിൽ എങ്ങനെയാണോ സിലാത്ത്, അങ്ങനെയാണ് അത്. അവിടെ ഈ ചെറുപ്പം മുതലേ നമ്മളെ ഇതിൽ ട്രെയിൻ ചെയ്യിക്കും. അതൊരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ പറഞ്ഞ എല്ലാവരും നല്ല, പക്ഷെ ഭൂരിഭാഗവും കൾച്ചറിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ നോർത്തേൺ കേരളയിൽ ഹാപ്പൻ ചെയ്യുന്നൊരു കഥയാണ്. അപ്പോൾ അതിനകത്ത് ഇവർ കളരി ട്രെയിൻഡ് ആണ് ഇതിൽ ഈ 3 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും. പക്ഷേ അപ്പോൾ ഈ ഫൈറ്റിംഗ് സ്റ്റൈല് മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പക്ഷേ അപ്പോഴും അവിടെയും പെർഫോമൻസ് എവിടെയാണ് അതിന് വരുന്നതെന്ന് വെച്ചാൽ ഒരു സിനിമയിൽ 3 ക്യാരക്ടേഴ്സ് സിമിലർ മൂവ്സ് ചെയ്യുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജും ഫേഷ്യൽ എക്സ്പ്രഷൻസും ഡിഫറെന്റ് ആയിരിക്കണം. അത് മേക്ക് ഷുവർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് അല്ലേ, അതല്ല. ആ ഫൈറ്റിൽ എങ്ങനെ അഭിനയം ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് അഭിനയത്തിനേക്കാൾ മുമ്പ് പഠിക്കേണ്ടത് ആ ഫൈറ്റിംഗ് സ്റ്റൈലാണ്. എന്നാലേ നമുക്ക് അഭിനയം അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ട് അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് സിനിമ കാണുമ്പോൾ അത് മൂന്നായിട്ടിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് കഴിഞ്ഞ് അടുത്തൊരു സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഇനി കളരെയും കൊണ്ടുവരാൻ പറ്റില്ല. കളരെ ഒരു സിനിമയിൽ ഞാൻ മാക്സിമം 6 പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പണ്ടത്തേനേക്കാളും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. ഫിസിക്കലി ഞാൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മെൻ്റലി സ്ട്രോങ് ആവുന്ന പരിപാടികൾ അതിൻ്റെ അപ്പുറത്ത് കൂടെ ഞാൻ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്ലെക്സിബിലിറ്റിയും മാർഷൽ ആർട്സ് ട്രെയിനിങ് ഞാൻ ഡെയിലി വർക്കൗട്ടിന്റെ ഭാഗമായിട്ട് കുറച്ചു നേരം എല്ലാ ദിവസവും മാസങ്ങളായിട്ട് ഇപ്പൊ 1 മാസമായിട്ടാണ് അത് ശരിക്കും തുടങ്ങിയേക്കുന്നത്. മറ്റേ അജയന്റെ രണ്ടാം മോഷണ സമയത്ത് 6 മാസം ഞാനത് ചെയ്തു. ഇത് സിനിമയിൽ എനിക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അടുത്ത ഒരു സിനിമ വരുന്ന സമയത്ത് എനിക്ക് വേറൊരു ആക്ടിങ് സ്റ്റൈല് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അതിൽ അഭിനയം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആ ക്യാരക്ടറിനനുസരിച്ച്. അതേസമയം എൻ്റെ റിഫ്ലക്സസ് കൂടുന്നു. ഞാനൊരു സ്ലിപ്പായി വീണാൽ പോലും അപകടമില്ലാതെ വീഴാൻ പഠിച്ചു. അതാ ഞാൻ പറയണം. അത് ഇങ്ങനത്തെ ഒരു സംഭവം ട്രെയിൻ ചെയ്യുന്ന സമയത്തുള്ളൊരു ഗുണം അതാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ബോഡി അതിനനുസരിച്ച് കറക്റ്റ് ആംഗിളിലേ വീഴുള്ളൂ. മൂക്കും കുത്തി വീഴുന്ന പരിപാടി, ബാക്കും കുത്തി വീഴുന്ന പരിപാടി ഒന്നും ഇല്ല ഇപ്പോൾ. അത് ഞാൻ പറഞ്ഞ അതൊക്കെ ഞാൻ പോലും ഇതല്ല ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ റിയൽ ലൈഫിൽ എനിക്ക് അത്രയും മാറ്റങ്ങൾ അതുകൊണ്ട് ഉണ്ടാവുന്നു. ഡിസിപ്ലിൻ കുറച്ചും കൂടെ വരുന്നു. കളരിയൊക്കെ പഠിച്ചപ്പോഴാണ് എനിക്ക് കുറച്ച് ഡിസിപ്ലിൻ കൂടിയത്. അങ്ങനത്തെ ഉള്ള കുറെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ പഠിക്കുന്നുണ്ട്. ഇതൊക്കെയും അഭിനയത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. കാര്യം എനിക്ക് വേറൊരു ജോലി അറിയില്ല. ഇതിനൊരു ജോലിയായിട്ടല്ല കാണുന്നത്. എൻ്റെ ജീവിതം ഇതാണല്ലോ. എനിക്ക് വേറൊരു വരുമാന മാർഗമോ വേറെ ഒന്നുമില്ല. ഇതിൽ തന്നെ കുറച്ചു കാലം നിൽക്കാം എന്നുള്ള പ്ലാനിലാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഞാൻ റെഗുലർ ഇന്റർവെൽസിൽ പോയിട്ട് ഞാൻ ആക്ടിങ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഓരോ സിനിമയ്ക്ക് മുമ്പ് ഞാനത് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യണം. കാര്യം ഇത് പ്രധാനമായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം ലോക്ക്ഡൗണിന് ശേഷം കുറച്ച് കാര്യങ്ങൾ എനിക്ക് മാറണമെന്ന് തോന്നി, അത് മാറ്റി. പക്ഷെ മിന്നൽ മുരളിക്ക് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയധികം ആൾക്കാർ നമ്മളെ സിനിമകൾ കാണാൻ തയ്യാറാണ്. നമ്മൾ അവിടേക്ക് എത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ എത്തിച്ചാൽ കാണാൻ തയ്യാറാണ്. ഇത്രയും രാജ്യങ്ങളിലുള്ള ആൾക്കാർ കാണാൻ തയ്യാറാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ. നമ്മൾക്ക് കൂടുതൽ ആൾക്കാർ കാണുന്ന സമയത്ത് നമ്മളുടെ ക്രാഫ്റ്റും കൂടുതൽ നന്നാവണം, അതിന് റെസ്പോൺസിബിലിറ്റി കാണിക്കണം എന്നുള്ള കാരണം കൊണ്ട് എന്തൊക്കെയാണോ സിനിമയ്ക്ക് ആവശ്യമുള്ളത് അതെല്ലാം പഠിക്കാനായിട്ട് ഞാനിപ്പോൾ ഓപ്പണാണ് പുതിയ കാര്യങ്ങളിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് തല്ലുമാലയിലെ ഡാൻസ് കളിച്ചു പോലും. ഞാൻ അങ്ങനെ ഡാൻസ് കളിക്കുന്ന ആളല്ല, ഡാൻസ് അറിയുന്ന ആളല്ല. ഇപ്പം ഞാനിപ്പോൾ കളിച്ച് മൈക്കിൾ ജാക്സൺ ആയെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ആ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ ഡാൻസ് ചെയ്യാനായിട്ട് അന്ന് ഞാൻ പഠിച്ച് ചെയ്ത് തന്നെയാണ്. അത് ഈ പറയുന്ന പോലെ പണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതിനുള്ളൊരു അത്രയും ഓപ്പൺ അല്ലായിരുന്നു എൻ്റെ മൈൻഡ്. ഐ വാസ് നോട്ട് ഓപ്പൺ ടു ലേൺ ന്യൂ തിങ്സ്. ഇപ്പം ഞാൻ അത് ഒരു സാധനം പഠിച്ചു തുടങ്ങിയ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഇതിപ്പോൾ ഫൈറ്റ്, ആക്ഷൻ പറഞ്ഞു, നമ്മൾ അഭിനയം പറഞ്ഞു ഞാൻ ഈ ചെറിയ ചെറിയ ട്രിക്സ് ഉണ്ട്. റൂബിക്സ് ക്യൂബ് കൊണ്ടുള്ള ട്രിക്സ്, കോയിൻ കൊണ്ടുള്ള ട്രിക്സ്, മറ്റേ വടി കറക്കലല്ലേ, എനിക്ക് അതൊക്കെ ഇഷ്ടമാണ് പഠിക്കാനായിട്ട്. ഭയങ്കര വടി കറക്കുമ്പോൾ എല്ലാവരും വിചാരിക്കണം ഞാൻ ഫസ്റ്റ് ദിവസം ഇതെടുത്ത് ഉടനെ അങ്ങോട്ട് അല്ല. ഈ വടി കറക്കുമ്പോൾ തലക്കെട്ടടിക്കും, കാലിൻ്റെ അടിക്കും, മുട്ടിട്ട് കുറേ നേരം ഒഴിഞ്ഞ് ഇതൊരു മാസങ്ങൾ കൊണ്ടാണ് ഇന്ന് കാണുന്ന പരിപാടിയിലേക്ക് എത്തുന്നത്. ഇതുപോലെ തന്നെയാണ് സ്വോർഡാണെങ്കിലും. ഈ സ്വോർഡ് തലക്കെട്ട് കൊള്ളും, അവിടെ കൊള്ളും, ഇവിടെ കൊള്ളും, ഇതൊക്കെ ഉണ്ട്. പക്ഷെ കാലക്രമേണ നമ്മളത് പഠിക്കും, നമ്മളൊരു കാര്യം ശ്രമിച്ചാൽ. ഇപ്പം അങ്ങനെ
നഞ്ചക്സ്, അതുപോലെ ചെറിയ കടാര പോലത്തെ സാധനങ്ങൾ, ഇതെല്ലാം വെച്ചിട്ട് ഞാൻ ഓരോ സാധനങ്ങൾ പഠിക്കുന്നുണ്ട്. ഇത് ഈ സിനിമയിൽ ഇവഞ്ച്വലി ഉപകാരപ്പെടും എന്നാണ്. കാര്യം ഞാൻ പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടനെ, പുള്ളി ബീഡി വലിക്കും. അപ്പോൾ ബീഡി വലിക്കുമ്പോൾ ഞാനും ചേട്ടനും അതിലും ഇങ്ങനെ നോക്കിയിരിക്കും പുള്ളി ബീഡി വലിക്കണം. അപ്പോൾ ബീഡി ഇങ്ങനെ വട്ടത്തിൽ പൊക്കോടും. പിന്നെ ബീഡി പുള്ളി ഇങ്ങനെ വെച്ചിങ്ങനെ ബീഡി അകത്തേക്ക് എടുത്തിട്ട് അപ്പോൾ നമ്മൾ ബീഡി പിടിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി ഈ സാധനം എടുക്കും. അപ്പോൾ അത് കെട്ടിട്ടുണ്ടാവില്ല. ഇത് കണ്ട് നമ്മളന്ന് മാജിക് പോലെയാണ് അത് കണ്ടുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ കാലക്രമേണ ഞാനത് പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെയ്ത് പഠിച്ചു. ആദ്യം കത്തിക്കാതെ വെച്ച് പഠിച്ചു, പിന്നെ കത്തിച്ച് വെച്ചിട്ട് പഠിച്ചു. അപ്പോൾ അജയൻ്റെ രണ്ടാം മോഷണത്തിനകത്ത് ഒരു പെർട്ടിക്കുലർ ഷോട്ടിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സാധനം കാണിക്കണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് തലയിൽ വന്നത് ഞാൻ ഇതിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു വെച്ച സാധനം, വർഷങ്ങൾക്ക് മുമ്പ് ഒബ്സർവ് ചെയ്ത സാധനം, അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പഠിച്ചു വെച്ച സാധനം ഇത്രയും വർഷം സിനിമയിൽ വരുന്നതിനേക്കാളൊക്കെ മുമ്പ് ഞാനിത് പഠിച്ചു വെച്ചിട്ടുണ്ട്. 10-12 വർഷത്തിന് ശേഷമാണ് അത് ഉപയോഗിക്കുന്നത് ആലോചിച്ചത്. ഈ തല്ലുമാലന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം പറയാം. അതിൽ കോമഡിയും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഫൈറ്റ് സീക്വൻസിൽ. അത് ടോവിനോടൊരു കോമഡി സ്കിൽസിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഗോദാണ്ടപ്പം അതിൽ പഞ്ചാബ് യൂണിവേഴ്സിറ്റി പോകുന്ന കാര്യം ഒരു ഡയലോഗ് രജി പണിക്കർ അച്ഛനും പഞ്ചാബിലോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാനത് അതെ. അപ്പൊ ഞാൻ വെച്ചിട്ട് കൂടുതൽ എനിക്കൊന്ന് മിന്നൽ മുരളി അതായത് കണ്ടിട്ട് ബേസിലാണെന്നൊന്നും കുറച്ചും കൂടെ ടോവി ഇപ്പൊ തരംഗത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കോമഡി. അപ്പൊ കുറച്ചും കൂടെ അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് ടോവിനോടെ കോമഡി സ്കിൽസിനെ കുറച്ചും കൂടെ ഒന്ന് നമ്മള് ഒരു ഗ്രൂപ്പിലിരുന്ന് കോമഡി പറയുന്നതും സിനിമയിൽ കോമഡി പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഗ്രൂപ്പിലിരുന്ന് പറയുന്ന കോമഡി പാളിപ്പോയാലും വലിയ കുഴപ്പമില്ല. സിനിമയിൽ പറയുന്നത് പാളിപ്പോകാൻ പാടില്ല. അത് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് സിനിമയിൽ വർക്കാവുന്ന കോമഡി സിനിമയിൽ പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിന് എനിക്കൊരു മീറ്റർ ആവശ്യമാണ്. മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡിക്ക് ഒരു മീറ്റർ. അതായത് ഇപ്പം എൻ്റെ ബേസിലിൻ്റെ അടുത്ത് ഞാൻ ഒരു കോമഡി പറയുന്നത് അവന് വർക്കാവുകയാണെങ്കിൽ ഭൂരിപക്ഷത്തിന് വർക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ്റെ നല്ല രസമുള്ളൊരു ഹ്യൂമർ സെൻസാണ്. എന്നാൽ അത് ഇതിലൊക്കെ എന്ത് തമാശ ഇരിക്കുന്നു, കുറച്ചും കൂടി ഉദാത്തമായ തമാശകൾ പറയൂ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് എനിക്ക് തമാശ പറയാൻ പറ്റില്ല. കാര്യം തമാശ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത തമാശ പറയുന്നതിൽ കാര്യമില്ല. അപ്പം ചെറിയ തമാശകൾ, അതിന് പൺ എന്ന് പറയും, മലയാളത്തിൽ ചളി എന്ന് പറയും. പക്ഷെ ചിരി വരുന്നുണ്ടോ അത് നല്ല തമാശയാണ്. അല്ലാണ്ട് അതിന്റെ ആന്തരികമായിട്ടുള്ള അർത്ഥമുണ്ടോ എന്നുള്ളതല്ലല്ലോ ഓർഗാനിക് ആണ്. അപ്പൊ അതിന് ഡയറക്ടേഴ്സ് ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ഭയങ്കര ഗുണമാണ്. ഇപ്പൊ തല്ലുമാലയിലെ റഹ്മാനും മൂസിനും ഒക്കെ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയും കോമഡി പറയുകയൊക്കെ ചെയ്യുന്നതാണ്. മൂസിന്റെ വേർഡ് പ്ലേ ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ അരുൺ ഡോമിനിക് ഭയങ്കര രസമാണ്. അവരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഹ്യൂമർ നമുക്ക് വരും. പണ്ട് യൂട്യൂബ് യൂസ് ചെയ്യുന്ന സമയത്ത് രൂപേഷ് ഏട്ടൻ അങ്ങനെ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. ബേസിലിന്റെ കൂടെ ഗോദ ചെയ്യുമ്പോഴും മിന്നൽ ചെയ്യുമ്പോഴും ഒരേ സമയം ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ പോലും ചില സമയത്ത് ഞാൻ ചെയ്തത് നന്നായില്ലെങ്കിൽ അവൻ എൻ്റെ അടുത്ത് നന്നായി തന്നെ പറയണം. അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ നന്നായില്ല എന്ന് പറയണമെന്ന്. കാര്യം എങ്കിലും എനിക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ ഈഗോ പ്ലേ ചെയ്യുന്നില്ല ഞങ്ങൾ തമ്മിൽ അടുപ്പമുള്ള കാരണം കൊണ്ട്. ഇതുപോലെ തന്നെയാണ് അത്യാവശ്യം ഹ്യൂമർ സെൻസ് ഉള്ള ഡയറക്ടേഴ്സൊക്കെ ആവുന്ന സമയത്ത് ചില സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ ചോദിക്കും. അങ്ങോട്ട് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ജീനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നടികരിലും അങ്ങനെയാണ്. ഒരു രസകരമായിട്ടുള്ളൊരു വട്ടുണ്ട്. അത് എനിക്കുണ്ട്, ജീനുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ആ വട്ടായിരിക്കും ചിലപ്പോൾ പടത്തിനെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്ത് ചെയ്യാനായിട്ട് ഇഷ്ടമാണ് ഹ്യൂമറൊക്കെ. ഡിസ്കഷൻ്റെ കാര്യം പറയുമ്പോഴേ ഇപ്പം ടോവി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ടോവി ആസ് ആൻ ആക്ടർ ഇരിക്കുന്ന പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ഈ കുറേ ക്രിയേറ്റീവ് ചോയ്സസിൻ്റെ കാര്യത്തിൽ ഒരു സേ ഇപ്പം പറയാൻ പറ്റുന്നുണ്ടോ? ആസ് എ ഫിലിം മേക്കർ ആ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും അങ്ങനെ ഞാൻ ക്രിയേറ്റീവായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ചർച്ച ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും ഞാനത് ഫോഴ്സ് ചെയ്യില്ല. ഇങ്ങനെ ഞാൻ ചെയ്യൂ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്താൽ അങ്ങനെയല്ല. ഞാൻ പറയും ഇങ്ങനെ പറഞ്ഞാലും വെറുതെ ഇട്ട് നോക്കാണ്. അതെ. അപ്പം ചിലർ പറയും പറഞ്ഞോ എന്ന് പറയും. അങ്ങനെ പറഞ്ഞു നോക്കിയിട്ട് ഞാൻ തന്നെ ചിലപ്പോൾ എന്ന് പറയും ഞാൻ വിചാരിച്ചത് നന്നായില്ല, എന്നാൽ അതില്ലാണ്ടൊന്നും ചെയ്യാം. ഇങ്ങനത്തെ ഒരു സേ എല്ലായിടത്തും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് മാത്രമല്ല മറ്റു ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും അതുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ പുതിയ ജനറേഷനിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് സിനിമ ചെയ്യുന്ന എല്ലാ സീനിയർ ആൻഡ് ജൂനിയർ എനിക്ക് ആ കൾച്ചർ അങ്ങനെയാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇപ്പോൾ സിനിമ നന്നാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആഗ്രഹം. അതിനകത്ത് ഞാൻ എൻ്റെ ഐഡിയ ആണത് അല്ലെങ്കിൽ നിൻ്റെ ഐഡിയ ആണത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന സംവിധായകരിൽ ഞാൻ കണ്ടിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും സിനിമ നന്നാവണമെന്നുള്ളൂ. അത് ആരുടെ ഐഡിയ കൊണ്ട് സിനിമ വന്നാലും ഓക്കെയാണ് ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ ആ സ്പേസും ഞാൻ ഒരുപാട് അങ്ങോട്ട് പറയില്ല. കാര്യം ഞാൻ ഭയങ്കരമായിട്ട് ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്.
പെട്ടെന്ന് നല്ലൊരു സാധനമാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു നോക്കിയാലോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും. നമ്മൾ ബൈ എക്സ്പീരിയൻസ് നമുക്ക് ചില സാധനങ്ങൾ നമുക്ക് ആ സമയത്ത് ഇംപ്രവൈസ് ചെയ്യാനൊക്കെ തോന്നൂലേ, അപ്പോൾ നമ്മൾ ഇംപ്രവൈസ് ചെയ്യും. മോശമായിട്ടുണ്ടെങ്കിൽ റീടേക്ക് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതെ അതെ. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് ടോയി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ അജയൻ്റെ രണ്ടാം മോഷണത്തിൻ്റെ ഇത് തന്നെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. ഇഷ്ടംപോലെ സമയമുണ്ട്, റിലീസ് അങ്ങനെ എന്താ പറയുക എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ റിലീസിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പം റിലീസിൻ്റെ കാര്യത്തിൽ ഒന്നും ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഇടപെടുന്ന ആളല്ല അതിലൊന്നും. കാര്യം അതെൻ്റെ ജോലിയല്ല. അതെ അതെ. എൻ്റെ ജോലി അഭിനയം എന്നുള്ളതാണ്. എനിക്ക് അതല്ലാണ്ട് അത് ഞാൻ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ജോലികൾ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമുള്ള ആളല്ല. പക്ഷെ എന്നോട് അഭിപ്രായം ചോദിച്ചാൽ പറയേണ്ടി വരും. പിന്നെ ഒരു 100-300 പേര് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ പ്രോപ്പറായിട്ടല്ല നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ 100-300 പേരിൽ അതിനെ കൃത്യമായിട്ട് ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് പറ്റുന്ന സേ ഉള്ള ഒരേ ഒരാൾ ഞാനായിരിക്കും. ആ സമയത്ത് ഞാൻ മിണ്ടായിരിക്കുന്നത് ക്രൈമാണ്. അവിടെ നടക്കുന്ന സിനിമേനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ചിലപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അത് ഞാൻ പറഞ്ഞ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ചില കാര്യങ്ങൾ എനിക്ക് അങ്ങനെ വളരെ കാര്യമായിട്ട് പറയേണ്ടി വരും, ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കേണ്ടിയും വരും. അതെൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്യാറുണ്ട്. എല്ലാ സിനിമയിലും നിരന്തരമായിട്ട് ചെയ്യുന്നതല്ല പറഞ്ഞു. ഇടയ്ക്ക് ഏതെങ്കിലും സിനിമയിൽ ആവശ്യം വന്നാൽ ഞാനത് ചെയ്യാൻ മടിക്കാത്ത ആളാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ റിലീസുകൾ ഞാൻ പറയാം അൾട്ടിമേറ്റ്ലി അതൊക്കെ നിങ്ങളുടെ തീരുമാനങ്ങളാണ്. നിങ്ങളാണ് റിലീസ് ഡേറ്റ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് പല പ്രാക്ടിക്കാലിറ്റീസ് ഉണ്ടാവും. പക്ഷെ ഞാൻ ആഗ്രഹിക്കുക എൻ്റെ സിനിമകൾ അടുത്തടുത്ത് റിലീസ് വരാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം 5-8 മാസം കഴിഞ്ഞിട്ടൊക്കെ നമ്മുടെ 2 സിനിമകൾ ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിലൊക്കെ വരുന്നതിനേക്കാൾ 4 മാസം ഗ്യാപ്പിൽ വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ, ഇതിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീരുന്നല്ലോ, ഇത് കളക്റ്റീവ് വർക്ക് അല്ലേ. കുറേ ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യാനുണ്ട്, അതിന് ടൈം ടേക്കിംഗ് പ്രോസസ്സ് ആയിരിക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ സമയമെടുത്ത് വരുമ്പോൾ 2 സിനിമകൾ 1 മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പ് ഷൂട്ട് ചെയ്ത പടവും 2 കൊല്ലം മുമ്പ് ഷൂട്ട് ചെയ്ത പടവും ഒരേ ദിവസം റിലീസിന് വന്നു കഴിഞ്ഞാൽ അതെൻ്റെ കുറ്റമായിരിക്കില്ല. അപ്പോൾ ഞാൻ അവരോട് പറയാവുന്നത് പറയും. അല്ലാണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ റിലീസിന് വരില്ല അങ്ങനെയൊന്നും പറയുന്നില്ല. ഞാൻ പറയും, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തന്നെയാണ് അത് എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നത്. ഞാൻ ഒരു പ്രാവശ്യം പറയും, 2 പ്രാവശ്യം ഓക്കെ എന്നിട്ട് ഞാൻ അവരുമായിട്ട് സഹകരിക്കും. അതല്ലാതെ അതിനകത്ത് വേറെ നിർബന്ധങ്ങളൊന്നും എനിക്കില്ല. കാര്യം ഞാൻ കുറച്ച് നാളായിട്ട് ഈ മേഖലയിലുള്ള കാരണം കൊണ്ട് എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ആൾക്കാർക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ, ഗുണമുണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. അതെ, ഒരു സജഷൻ തന്നെ. അന്വേഷണ വെങ്കണ്ടത്തിൻ്റെ വരുന്ന സമയത്ത് ഇത് എനിക്കൊന്ന് ടോവിനോയുടെ 5ാമത്തെ പോലീസ് റോഡ് 5 അല്ലെന്ന് 4-ാമത്തില് മറ്റേ ഇതുണ്ടായിരുന്നല്ലേ, ഐഡന്റിറ്റി തരംഗം ഉണ്ടായിരുന്നു. തരംഗം ഉണ്ടായിരുന്നു, എസ്ര ഉണ്ടായിരുന്നു, കൽക്കി ഉണ്ടായിരുന്നു. വേറെ ഉണ്ടാ മറ്റേ ഇതിലുണ്ടായിരുന്നല്ലേ ഈ അഖിൽ പോളിന്റെ പോലീസ് അല്ല, അത് ഇൻവെസ്റ്റിഗേഷൻ. അതെ 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 അതെ. ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്, പക്ഷേ ഫോറൻസിക് ആളായിരുന്നു അയാൾക്ക്. ഇതൊരു പേഴ്സണൽ കേസ് ആയതുകൊണ്ടല്ലേ പുള്ളി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അതെ അതെ. ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. ഈ വേറൊരു കാലഘട്ടത്തിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം എന്ന് വെച്ചാൽ കുറെ ടെക്നോളജി ഒബ്സസ്ഡ് ആയിട്ട് ഈ ടെക്നോളജി ഒന്നും വന്നില്ല. അതെ അതെ. പക്ഷേ ടെക്നോളജി വന്നതോടുകൂടിയിട്ട് നമ്മളെ കേസ് അന്വേഷണം എളുപ്പമായി ഇല്ല. കാര്യം ഓപ്പോസിറ്റ് വെക്കുന്ന പ്രതികൾക്കും ഉണ്ടല്ലോ ഈ ടെക്നോളജി ഒക്കെ. അതെ അതെ. ഇതിലേക്ക് അങ്ങനെ ആ ഒരു കാര്യം, അതായത് എല്ലാ കാലത്തും ഒരു അസംഷൻസും അതുപോലെ ഇന്റലിജൻസും ഒരു കേസ് തെളിയിക്കാനായിട്ട് പോലീസ് എല്ലാ കാലത്തും ഉപയോഗിക്കുന്നതാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു സോൾലി ഇവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഇൻറ്റ്യൂഷൻസിനെയും അസംഷൻസിനെയും ഇവരുടെ ഇന്റലിജൻസിനെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. അതിപ്പോൾ കുറേ നാളായില്ലേ അങ്ങനെ ഉള്ള സിനിമകൾ കണ്ടിട്ട്. എല്ലാം ഇപ്പോഴത്തെ കാലത്തെ ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടിട്ട് അന്നത്തെ കാലത്തെ ഇൻവെസ്റ്റിഗേഷൻ കാണുമ്പോൾ ചിലപ്പോൾ ആ പഴമയായിരിക്കും ഇതിലെ പുതുമ. ഞാൻ ഓർമ്മയുണ്ട് ഈ KG ജോർജിന്റെ ഈ കണ്ണി കൂടി കാണുന്ന സമയത്ത് എനിക്ക് മൊബൈൽ ഫോണും ഇല്ല, ഒന്നുമില്ല, ക്യാമറ ഇല്ല, അതെങ്ങനെയാണ് അവരുടെ കേസ്. അപ്പൊ എനിക്കൊന്ന് സ്ക്രിപ്റ്റ് എഴുതാനും കുറച്ചും കൂടെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഇതായിരുന്നു. ഞാൻ ഒറ്റ കാര്യമുള്ളൂ, നമ്മള് എന്നാണ് ആദ്യമായിട്ട് ഒരു മൊബൈൽ ഫോൺ എത്രാമത്തെ വയസ്സിലാണ് ഉപയോഗിച്ചു തുടങ്ങിയത്? എന്നാണ് എനിക്കൊന്ന് കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ മൊബൈൽ ഫോൺ അപ്പൻ്റെ മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ടെന്നല്ലാതെ, അതും ഞാനൊരു 8-ലോ 9-ലോ പഠിക്കുമ്പോൾ അപ്പൻ്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ വരുന്നത്. അതിനു മുമ്പ് ആരുടെയും മൊബൈൽ ഫോണൊന്നും ഇല്ല. ഒരാൾ എവിടെ എത്തിയെന്ന് അറിയണമെങ്കിൽ വരുമ്പോൾ അറിയാം എന്നല്ലാതെ വിളിച്ചു ചോദിക്കാനായിട്ട് ഉള്ള സംവിധാനങ്ങളൊന്നുമില്ല. അതുപോലെ
എനിക്ക് തോന്നിയിട്ടുണ്ട് ഇടയ്ക്ക് ഈ സിനിമയിലാണെങ്കിലും ഈ ഫോണും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും കാര്യങ്ങൾ ഭയങ്കര കൺവീനിയന്റ് ആയി പോയി. കഥയ്ക്ക് കോൺഫ്ലിക്റ്റ് ഇല്ല. വന്ദനത്തിന്റെ ക്ലൈമാക്സ് എങ്ങനെ ഉണ്ടാവും മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ? അല്ലെങ്കിൽ കുറെ സിനിമകൾ അങ്ങനെ പ്രസക്തിയില്ലാണ്ടായി പോകും ഈ ടെക്നോളജി ഉണ്ടെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഡയലോഗിന്റെ കാര്യത്തിൽ ആ ഒരു പ്രശ്നം ടെക്നിക്കൽ ജാർഗൺ ഭയങ്കരമായിട്ട് കൂടി ഈ വരുന്ന സിനിമകളിലൊക്കെ ഭയങ്കരമായിട്ട്. അത് കുറച്ചുകൂടി ടെക്നോളജിനെ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഡിസ്കണക്റ്റും വന്നേക്കാം ഇതിനെപ്പറ്റി ധാരണ ഇല്ലാത്ത ആൾക്കാർക്ക്. അതെ, ഇതിലെന്താ ഒരു പ്രത്യേകത പറയാൻ പറ്റുന്നത്? ഇപ്പോൾ വേറെ ടൈം പീരീഡും കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതിനകത്ത് എന്താ വെച്ചാൽ നമ്മള് വേറെ ടൈം പീരീഡിൽ കഥ പറയുന്ന സമയത്ത് അന്ന് ഇന്നുള്ള പല ടെക്നോളജീസും ഇല്ല. അതിനേക്കാളും ഈ ക്യാരക്ടേഴ്സ്, ഈ 4 ക്യാരക്ടേഴ്സിന്റെ ഒരു ജേണി ഉണ്ട്. കേസ് അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഈ ക്യാരക്ടേഴ്സും ഇവർ തമ്മിലുള്ള ഈക്വേഷനും ഈ ഇവരന്വേഷിക്കുന്ന കേസ് ഇവരെ എങ്ങനെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതും കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ജിനു ചേട്ടൻ ആദ്യമായിട്ട് ഈ സിനിമേനെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇതിനൊരു ടാഗ് ലൈൻ പറഞ്ഞത് ഇതൊരു അന്വേഷണത്തിന്റെ കഥ മാത്രമല്ല അന്വേഷകരുടെയും കൂടെ കഥയാണ് എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇതിന്റെ ഒരു വ്യത്യസ്തത. സാധാരണ ഇപ്പൊ ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എപ്പോഴും ഈ ക്യാരക്ടേഴ്സ് ഒരു പ്ലോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിനു വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഇതാണല്ലോ. അതല്ലാതെ പ്ലോട്ടിന്റെ ഒപ്പം തന്നെ ഈ ക്യാരക്ടേഴ്സ്, ഇത് ക്യാരക്ടർ ഡ്രിവനുമാണ്. ഇയാൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതും ഇയാളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, ഈ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പൊ ഇതിനകത്തുള്ള ഈ രാഹുൽ രാജഗോപാൽ ചെയ്യുന്ന ക്യാരക്ടറും വിനീത് തട്ടിൽ ചെയ്യുന്ന ക്യാരക്ടറും ഓൾറെഡി എൻ്റെ കൂടെയുള്ള എന്നോട് താല്പര്യമുള്ള ആൾക്കാരാണ്. പക്ഷെ സുഗു എന്ന് പറയുന്നത് നമ്മളുടെ പ്രമോദനം ചെയ്യുന്ന ക്യാരക്ടർ പിന്നീട് ഈ ടീമിലേക്ക് വരുന്ന ഒരാളാണ്. അങ്ങനത്തെ കുറെ ഇവരുടെയും കൂടെ കഥയുണ്ട്. അന്വേഷകരുടെ കഥയും കൂടെ പാരലലി പോകുന്നുണ്ട്. അന്വേഷകരുടെ കഥയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് എനിക്ക് തോന്നുന്നു. സ്പേസ് കൂടുതൽ എടുക്കുക ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു അന്വേഷകരുടെ കഥയ്ക്കാണ് ഞാനിതിൽ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. അവസാനത്തെ ചോദ്യം, ഇപ്പോൾ ഫിറ്റ്നസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഒരു ഭയങ്കരമായിട്ടൊരു ഇൻഫ്ലുവൻസ് ഇതിലുണ്ടല്ലോ ഈ അജിലിറ്റിൻ്റെ കാര്യത്തിലും. അതൊക്കെ എത്രത്തോളം? ഒന്ന് എൻ്റെ അപ്പൻ മാത്രമല്ല നമ്മളുടെയൊക്കെ പാരൻസും അവരുടെ ജനറേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ ഇത്തിരി ലെയ്ഡ് ബാക്ക് ജനറേഷനാണ്. എൻ്റെയൊക്കെ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ ഇത്തിരി ലെയ്ഡ് ബാക്ക് ആണ് സത്യം പറഞ്ഞാൽ. 10 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയ കഥയൊക്കെ പറയുമ്പോൾ അതിന് ഞങ്ങളും ഇപ്പോൾ പോണോ എന്ന് ചോദിക്കുമെങ്കിലും നമുക്ക് ലൈഫ് ഭയങ്കര കൺവീനിയൻ്റ് ആയപ്പോൾ, വാഹനങ്ങളും കൂടിയപ്പോൾ നമുക്ക് 10 കിലോമീറ്റർ നടക്കുന്നു, 10 കിലോമീറ്ററോ എന്നുള്ള നിലയ്ക്കായി. പക്ഷെ അത് നമ്മുടെ പാരൻസിനൊക്കെ എന്ന് പറഞ്ഞാൽ 10 കിലോമീറ്റർ അതൊരു ദൂരം. 10 കിലോമീറ്റർ നമുക്കിപ്പോൾ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ ആയിരുന്നിട്ടുണ്ടാവും അവർക്ക് 10 കിലോമീറ്റർ എന്ന് പറയുന്നത്. നാളെ നമ്മൾ മക്കളുടെ ജനറേഷനും അവരുടെ മക്കളുടെ ജനറേഷനൊക്കെ വരുമ്പോഴത്തേക്കും 1 കിലോമീറ്റർ നടക്കുകയെ എന്നുള്ള പോലെ ആയി മാറുമായിരിക്കും ചിലപ്പോൾ. ഞാൻ അവർ നിന്ന് പണിയെടുക്കുന്നതും, നമ്മൾ ജിമ്മിൽ പോയി 1 മണിക്കൂർ 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന പോലെ അല്ല രാവിലെ മുതൽ വൈകിട്ട് വരെ പറമ്പിൽ നിന്ന് കിളക്കുക എന്ന് പറയുന്നത്. എൻ്റെ അപ്പൻ ഈ ഇപ്പോൾ 73 വയസ്സാവാൻ പോകുന്നു. പുള്ളിക്ക് 2016 ഒരു ഹാർട്ടിന് ഒരു പ്രശ്നം വന്നിട്ട് ഇവിടെ ഒരു പേസ് മേക്കർ വെച്ചിട്ടുള്ള ആളാണ്. ആ പുള്ളി ഇത്രയും വർക്ക് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യാന്നുള്ളതല്ല ഞാൻ പറയണത്. പുള്ളി ആക്ച്വലി പറമ്പിൽ പോയി പണിയെടുത്തിട്ടാണ്, വക്കീലാണ്. പുള്ളി കോടതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ പറമ്പുകളുണ്ട് കുറച്ച്, ഞങ്ങൾക്ക് കൃഷിയുണ്ട് കുറച്ച്, അവിടെ പോകുന്നു. ഇപ്പോഴും കിളയ്ക്കും, ഇപ്പോഴും കുഴി കുഴിക്കും, വാഴ നടാനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും. പിന്നെ ജാതിമ കയറും, ജാതിക്കായ പൊട്ടിക്കും. എൻ്റെ ഈ ജാതിമ നിന്ന് അപ്പുറത്ത് അടയ്ക്കാൻ മരത്തുമ്പോൾ അടയ്ക്കാൻ പൊട്ടിക്കും. അവരുടെ അജിലിറ്റി, മൊബിലിറ്റി, എൻഡ്യൂറൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളെക്കാളും കൂടുതലാണ്. കാര്യം അവരൊരു ജിമ്മിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ലാതെ അവർ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൻ്റെയൊക്കെ ബോഡി ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് ഭയങ്കര സോളിഡ് ബോഡിയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു എന്തെങ്കിലും ഒരു സപ്ലിമെൻറ്റ്സ് എടുത്ത് ഇന്ന മസിലിന് ഐസൊലേഷൻ വർക്കൗട്ട്സ് ചെയ്ത് അങ്ങനെയൊന്നും അല്ല മസിൽ ഉണ്ടാക്കിയേക്കുന്നത്. അവർക്ക് അവരുടെ റുട്ടീനനുസരിച്ച് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിലുണ്ട് ഈ വർക്കൗട്ട്. അപ്പം ജിമ്മിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ടല്ല ആ മസിലുള്ളത്. അപ്പം ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ നോക്കുമ്പോൾ പുള്ളിയുടെ എല്ലാം നല്ല ബൈസെപ്സും നല്ല ഷേപ്പുണ്ട്, ചെസ്റ്റും നല്ല ഷേപ്പുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കണം ഇതുപോലെയൊക്കെ ആവണ്ടേ എന്ന് ഞാൻ ആദ്യമായിട്ട് ചിന്തിക്കുന്നപ്പോഴാണ്. പിന്നെ വളർന്നു വലുതാവുന്ന സമയത്ത് നമ്മൾ ജിമ്മിൽ പോയിട്ട് അച്ചീവ് ചെയ്യുന്ന കാര്യം ഇവർ ജിമ്മിൽ പോകാണ്ട് അച്ചീവ് ചെയ്യുന്നു. അതെങ്ങനെയായിരിക്കും? ഇവരല്ലാതെ അധ്വാനിക്കുന്നുണ്ട്. ശരിക്കും ജിമ്മിൽ പോകുന്നത്, ഞാൻ ഇപ്പോൾ ജിമ്മിലെ വെയിറ്റ് ട്രെയിനിങ് ഞാൻ പകുതിയാക്കി കുറച്ചതിന് കാരണം എന്താ വെച്ചാൽ അതൊരു ടൈം വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ആ ടൈം വേസ്റ്റാണ് ഞാനിപ്പോൾ മാർഷൽ ആർട്സ് വെച്ചിട്ട് ആ ടൈം വേസ്റ്റ് അല്ല, ഐ എം ലേണിംഗ് സംതിങ് ന്യൂ എന്നുള്ള പരിപാടിയിലേക്ക് എത്തിയത്. അപ്പം ഞാൻ പഴയ ജനറേഷൻ നമ്മളുടെ പോലെയല്ല, അവർ നമ്മളെ ഉപേക്ഷിച്ച് അവർ സൂപ്പർ ഹ്യൂമൻസ് ആണ്. അതെ. അപ്പോൾ ഓൺ ദാറ്റ് നോട്ട്
താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ, താങ്ക് യു. GT Holidays, South India's #1 travel brand. Experience the next level of imaging with Vivo X100 series. Pre-book now.